പെരുന്നാളായിട്ട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ പരിപാടി ബക്കറ്റ് ബിരിയാണിയാണ്. ഞാനിന്ന് നിൽക്കുന്നത് AB കാറ്ററിംഗിന്റെ കിച്ചണിലാണ്. പെരുന്നാളായിട്ട് ഇവിടെ ബക്കറ്റ് ബിരിയാണി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നു വരുന്നതാണ് അഷ്റൂക്ക, ഒന്നാമത്തെ മുതലാളി. ഈ വരുന്നത് ബഷീർക്ക, രണ്ടാമത്തെ മുതലാളി. ഇവർ രണ്ടുപേരാണ് ഈ കാറ്ററിംഗിന്റെ സാരഥികൾ. പയ്യന്മാരൊക്കെ വെളുപ്പിനെ തുടങ്ങിയ പരിപാടിയാണ്. വെളുപ്പിന് 2 മണിക്ക് ഇവിടെ പരിപാടി തുടങ്ങിയത് രാവിലെ 10 മണി ആയപ്പോഴത്തേക്കും പാക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇക്കാമാരുടെ കയ്യെത്താണ്ട് ഒരു പരിപാടി നടക്കില്ല. അത്ര കൃത്യമായിട്ടാണ് പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബക്കറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഓരോരുത്തരെ വന്ന് നമ്മുടെ ബക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുക്കാട്ടൂടി മലയാളത്തുരത്താണ് ഇക്കാമാരുടെ കിച്ചൺ വരുന്നത്. ഇക്കാമാരുടെ ഫുഡ് ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. എറണാകുളത്ത് നല്ല കിടിലൻ ഫുഡ് വിളമ്പണ കാറ്ററിംഗ് നോക്കുന്നവര് ഇക്കാമാരുടെ നമ്പർ അവിടെ കൊടുത്തേക്കാം, വേണ്ടവര് വിളിച്ചോ. അങ്ങനെ ലിസ്റ്റ് ഒക്കെ ഇവിടെ ബിരിയാണി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ പയ്യന്മാര് ചെമ്പും പൊക്കിക്കൊണ്ട് പോണ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ള ചെമ്പാണ്. എങ്ങനെ പോയാലും ഒരു 10-200 കിലോയുടെ മുകളിൽ ഉണ്ടാവും. ഞാനും പണ്ട് ഈ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്കറിയാം ഇത് പൊക്കിക്കൊണ്ട് പോകണ എന്റെ പാട്. ജിമ്മിൽ പോണേക്കാളും ഏറ്റവും നല്ലത് ഇവിടെ പണിക്ക് തന്നെയാണ്. ഇവിടെ പണിക്ക് വന്ന എന്റെ മോനെ പമ്പിങ് ആണ്. പണിയെടുത്ത് നടുവോടിയും കാശും കിട്ടും. കിച്ചണിൽ പണിയെടുക്കാൻ നേരത്തെ ഒരു ചൂടുണ്ട്. ആഹാ, വെന്തുരുക്കും നമ്മള്. ശരിക്കും പറഞ്ഞ വിളമ്പാൻ മുടക്കാനും കഷ്ടപ്പാടാണ് കിച്ചണിൽ പണിയെടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ബക്കറ്റ് ബിരിയാണി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ്. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.